കുട്ടനാട്ടിലെ താറാവ് കർഷകർ കഴിഞ്ഞ കുറച്ചു നാളുകളായി കഷ്ടത്തിലാണ്. ഇടയ്ക്കിടയ്ക്കെത്തുന്ന പക്ഷിപ്പനി, തീറ്റയുടെ വില വർധന, ഇപ്പോൾ കൊടും ചൂടും. മുട്ടയുടെ ഉൽപ്പാദനം പകുതിയോളം കുറഞ്ഞു. 1 കിലോ മീൻ 135 രൂപ, 1 കിലോ ഒരു പാട്ട കക്കായ്ക്ക് 130 രൂപ. പിന്നെ അതിൻ്റേതായിട്ടുള്ള കൂലിച്ചെലവും ആൾ ശമ്പളം ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നഷ്ടമായതുകൊണ്ട് ഇത് ഉൽപ്പാദിപ്പിച്ചാൽ ഇപ്പോഴത്തെ സമയത്ത് തുടർച്ചയായിട്ടുള്ള പക്ഷിപ്പനി കാരണം ഈ പക്ഷിപ്പനി സമയത്ത് നിരോധനം വന്ന കാരണം കച്ചവടത്തെ ഇത് ബാധിക്കും. മുൻപെങ്ങുമില്ലാത്ത പ്രതിസന്ധിയാണ് മത്സ്യകൃഷി മേഖലയിലും. ഫാമുകളിൽ നിന്ന് മീൻ കുഞ്ഞുങ്ങൾ വിറ്റുപോകുന്നില്ല. അഥവാ ആവശ്യക്കാർ ഉണ്ടെങ്കിൽ തന്നെ കൊടുംചൂടിനെ അതിജീവിച്ച് എത്തിക്കാനാകുന്നില്ല. കേരളത്തിൻ്റെ വിപണിയിൽ വിറ്റഴിച്ചു പോകുന്ന മത്സ്യങ്ങളിൽ വളർത്തുന്നവരെന്ന തരത്തിൽ ഭയങ്കരമായിട്ട് ഇതിനെ ബാധിക്കുന്നുണ്ട്. കാരണം വേലി ഇറക്ക സമയത്ത് അതിഭയങ്കരമായിട്ട് വെള്ളം കുറയുകയാണ്. ആ സമയത്ത് അമോണിയ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത, അതുകൂടാതെ ചൂടിൻ്റെ കാഠിന്യം കാരണം വെള്ളത്തിൽ നിന്ന് കുമിള പൊങ്ങുന്നത് പോലെ ഇങ്ങനെ ഉണ്ടായിട്ട് ഓക്സിജൻ ഡിപ്രഷൻ ഉണ്ടായിട്ട് വളരെ പെട്ടെന്ന് ഒരു അറ്റാക്ക് വന്ന് മത്സ്യം മരിക്കുന്ന പോലെയാണ്. അതായത് നമ്മളിപ്പോൾ രാത്രി നമ്മളിവിടുന്ന് പോയി ചിലപ്പം രാവിലെ വരുന്ന 1 മണിക്കൂർ താമസിച്ച് പോയാൽ ഒരുപക്ഷെ കംപ്ലീറ്റ് മത്സ്യങ്ങളും ചത്തുപോകുന്ന സാഹചര്യത്തിലാണ് ഉള്ളത്. മീൻ കുഞ്ഞുങ്ങളെ ഒന്നും വിൽക്കാനൊന്നും പറ്റുന്നില്ല. മീൻ കുഞ്ഞുങ്ങളെ സാധാരണ നമ്മൾ പാക്ക് ചെയ്താണ് കവറിനകത്താണ് കൊടുത്തു വിടുന്നത്. ഒരു കാരണവശാലും ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ പാർസൽ ചെയ്യാൻ പറ്റുന്നതേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 1.5 മാസത്തിലേറെയായിട്ട് ഒരു രൂപയുടെ പോലും കച്ചവടം നമുക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പർ കുട്ടനാടൻ മേഖലയിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നെല്ലുൽപാദനത്തിലും വലിയ കുറവുണ്ട്. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.